ആലപ്പുഴയുടെ സ്വന്തം കലക്ടർ ബ്രോ നമ്മുടെ പുന്നമടയിൽ നിന്നുള്ള ദൃശ്യമാണ് കേട്ടോ ഇത്. അതുപോലെ തന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട MP KC വേണുഗോപാൽ സാറുമുണ്ട്. ഇവരെല്ലാം തന്നെ നമ്മുടെ ആലപ്പുഴ പുന്നമട കായലിലെ ഇപ്പോഴത്തെ അവിടുത്തെ അവസ്ഥകൾ അറിയാൻ വേണ്ടി വന്നിട്ടുള്ളതാണ്. കാരണം നാളെ ജലമാമാങ്കം നടക്കുകയാണല്ലോ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുക്കങ്ങൾ നോക്കുവാനും അതെല്ലാം ക്ലിയർ ചെയ്യുവാനുമായി അവർ എത്തിയിട്ടുള്ളതാണ്. ആലപ്പുഴക്കാർക്ക് ഇതൊരു ഉത്സവമാണ്. ആലപ്പുഴക്കാർക്ക് മാത്രമല്ല, ലോകം മലയാളികൾക്ക് എല്ലാവർക്കും ഈ ആലപ്പുഴയിൽ നടക്കുന്ന ജലമാമാങ്കം ഒരു ഉത്സവം തന്നെയാണ്. കേരളത്തിലെ ഏറ്റവും ജനപ്രിയവും ഏറെ ആരാധകരുള്ളതുമായിട്ടുള്ള വള്ളംകളി മത്സരം ആലപ്പുഴ ജില്ലയിലെ പുന്നമട തടാകത്തിൽ വർഷം തോറും നടക്കുന്ന അഭിമാനകരമായിട്ടുള്ള നെഹ്റു ട്രോഫി വള്ളംകളിയാണ്. മത്സരത്തെ വേറിട്ട് നിർത്തുന്ന ഒരു സവിശേഷത എന്ന് പറയുന്നത് ഇതിന് ഒരു ആചാരവുമായോ അനുഷ്ഠാനവുമായോ ബന്ധമില്ല എന്നുള്ളത് തന്നെയാണ്. ഈ കായൽ കാഴ്ചയുടെ ഉത്ഭവം 1952 മുതലാണ്. അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിനെ സ്വാഗതം ചെയ്യുന്നതിനായിട്ടാണ് ഈ മത്സരം ആദ്യമായി സംഘടിപ്പിച്ചത്. ഇതാണ് നമ്മുടെ സ്വന്തം ഷായ് സാർ, ആലപ്പുഴയുടെ ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ. കഴിഞ്ഞ ദിവസം ഞങ്ങൾ ബ്ലോഗർമാർക്ക് ഒരു മീറ്റിംഗ് സംഘടിപ്പിച്ചായിരുന്നു കളക്ടറേറ്റിൽ. അന്ന് എനിക്ക് പോകാൻ പറ്റിയില്ല. അതും ഇതിന് വേണ്ടിയിട്ടുള്ള ഇതിൻ്റെ ഒരുക്കങ്ങളുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് മാത്രമായി സംഘടിപ്പിച്ച ഒരു മീറ്റിംഗ് ആയിരുന്നു. അത്രയേറെ സവിശേഷതയുള്ള, അതിനെ അത്രത്തോളം വലിയ കാര്യമായി ബഹുമാനത്തോട് കാണുന്ന ഒരാൾ തന്നെയാണ് നമ്മുടെ കളക്ടർ ബ്രോ. ആദ്യമായി ജവഹർലാൽ നെഹ്റു കണ്ട ആ മത്സരമൊക്കെ കഴിഞ്ഞ് അദ്ദേഹം തിരിച്ച് ന്യൂഡൽഹിയിലേക്ക് പോയി. ന്യൂഡൽഹിയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അദ്ദേഹം ആദ്യം തന്നെ ചെയ്തത് തൻ്റെ ഓട്ടോഗ്രാഫ് പതിച്ച ഒരു വെള്ളി ട്രോഫി സൃഷ്ടിക്കാൻ വേണ്ടി ഉത്തരവിടുകയായിരുന്നു. എല്ലാ വർഷവും മത്സരം നടത്താനും വിജയികൾക്ക് ഈ ട്രോഫി നൽകാനും തീരുമാനിച്ചു. അത് ഒടുവിൽ പ്രധാനമന്ത്രിയുടെ ട്രോഫി എന്നറിയപ്പെടുന്നു. അതാണ് കേരളത്തിലേക്ക് അയച്ചതും കേരളത്തിൽ ഇപ്പോൾ നടക്കുന്നതും. ഇന്ന് കേരളം സന്ദർശിക്കുന്ന വിനോദസഞ്ചാരികളുടെ ഏറ്റവും മികച്ച ആകർഷണങ്ങളിലൊന്നാണ് നെഹ്റു ട്രോഫി വള്ളംകളി. ആലപ്പുഴയുടെ പുന്നമട തടാകത്തിൽ 1380 മീറ്റർ ട്രാക്ക് കണ്ടെത്തി ഫിനിഷിംഗ് പോയിന്റിൽ പ്രത്യേക ക്രമീകരണങ്ങളെല്ലാം ഏർപ്പെടുത്തി. അതിനുശേഷം എല്ലാ വർഷവും ഈ പ്രദേശത്ത് മത്സരം നടത്താനും തുടങ്ങി. 2004 ഒരു പവലിയനും നിർമ്മിച്ചു. എല്ലാ വർഷവും അതിഥികൾക്കായി താൽക്കാലിക ഗാലറികളും നിർമ്മിച്ചു. കണ്ടോ, ഇതുപോലുള്ള ഒരു ബോട്ട്, അതായത് ഇതൊരു സ്റ്റേജ് പോലെയാണ് കേട്ടോ. ഇപ്പം ആളുകൾക്ക് ഇരിക്കാനുള്ള പവലിയനാണ് ഈ റെഡിയായിക്കൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം ബോട്ട് സംവിധാനമാണ്. ഇത് നേരെ അങ്ങോട്ട് പോയി ഇത് കണ്ട, ഇതാണ് അവിടെ ഇപ്പം 2 പോയിന്റ് ഇങ്ങനെ അടുക്കിടക്കി വെച്ചിരിക്കുന്നത്. ആ ഭാഗം ഫുള്ള് പവലിയനാണ് കേട്ടോ. ഇതിൻ്റെ ഫിനിഷിംഗ് പോയിന്റിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ആ സ്ഥലമാണ് ഈ കാണുന്നത്. അവിടെയൊക്കെ ആളുകൾ ഇരിക്കുന്ന സ്ഥലമാണ്. ഈ സ്ഥലവും ആ സ്ഥലവും. ഇതിങ്ങനെ ഈ നടുക്കിൽ ഓരോ കുറ്റി അടിച്ചിരിക്കുന്നുണ്ട്. ഓരോ വള്ളങ്ങൾക്കുള്ള ഗ്യാപ്പാണ്. അത് അങ്ങേയറ്റം വരെ സ്റ്റാർട്ടിംഗ് ഫിനിഷിങ് വരെ ആ ഒരു ഇത് റെഡിയാക്കി ഇട്ടിരിക്കുകയാണ്. ഓരോ ചാനലുകളുടെയും ബോട്ടുകൾ, അതുപോലെ തന്നെ പോലീസുകാർ, പട്ടാളക്കാർ, MP MLA, അങ്ങനെ കലക്ടറൊക്കെ ഇവിടെ തന്നെയുണ്ട്. നമ്മുടെ ആലപ്പുഴയുടെ ഏറ്റവും ലാളിത്യമാർന്ന നമ്മുടെയൊക്കെ ഒരു കളക്ടർ ബ്രോ എന്നൊക്കെ പറയാൻ പറ്റുന്ന തരത്തിലുള്ള ഷായ് സാറൊക്കെ ഇവിടെ ഫുൾ ടൈം ഇവിടെ തന്നെയുണ്ട് കേട്ടോ. ഈ ഒരു പുന്നമട ഫിനിഷിംഗ് പോയിന്റിലൊക്കെ തന്നെ ഇവിടുത്തെ ഒരുക്കങ്ങളെക്കുറിച്ചൊക്കെ മനസ്സിലാക്കാനൊക്കെ ആയിട്ട് ഇവിടെയുണ്ട് കേട്ടോ. അങ്ങനെ കുറേ ആളുകൾക്ക്, നൂറുകണക്കിന് ആളുകൾക്ക് ഇരിക്കാനുള്ള ഇരിപ്പിടമാണ് അവിടെ ഇപ്പോൾ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത്. താൽക്കാലികമായിട്ടുള്ള ഇരിപ്പിടങ്ങൾ. ഇന്നേ ദിവസം തന്നെ നൂറുകണക്കിന് ആളുകളാണ് കേട്ടോ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് നാളെയാണ് ഇവിടുത്തെ വള്ളംകളിയെങ്കിലും ഇന്ന് തൊട്ട് ആളുകൾ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് പല ഭാഗത്തുനിന്നും. നമ്മുടെ ആലപ്പുഴയോടനുബന്ധിച്ചുള്ള സ്ഥലങ്ങളിലൊന്നും റൂമുകൾ പോലും കിട്ടാനില്ലാത്ത അവസ്ഥയാണ്. അത്രയേറെ ആളുകളാണ് മറ്റ് സ്ഥലങ്ങളിൽ നിന്നും മറ്റ് രാജ്യങ്ങളിൽ നിന്നൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. വിദേശികളും സ്വദേശികളുമായിട്ടുള്ള ആളുകളെല്ലാം വന്നുകൊണ്ടിരിക്കുകയാണ്. നെഹ്റു ട്രോഫി ഒരു വള്ളംകളിയേക്കാൾ കൂടുതലായി അതൊരു സാംസ്കാരിക ഉത്സവമാണ്. കുട്ടനാട്ടിലെ ജനങ്ങൾക്ക് ഓരോ വിജയവും അഭിമാനത്തിൻ്റെയും ബഹുമാനത്തിൻ്റെയും കാര്യമാണ്. മാസങ്ങളോളം അവരുടെ ഗ്രാമങ്ങളിൽ ആഘോഷിക്കപ്പെടുന്നു. സന്ദർശകർക്ക് ഇത് ജീവിതത്തിൽ ഒരിക്കൽ മാത്രം ലഭിക്കുന്ന ഒരു അനുഭവമാണ്. കേരളത്തിലെ പ്രശസ്തമായ കായലുകളുടെ മനോഹരമായ പശ്ചാത്തലത്തിൽ കായികവും പാരമ്പര്യവും സമൂഹബോധവും
എന്നിവയുടെ എല്ലാം ഉജ്ജ്വലമായ ഒരു മിശ്രിതം കൂടിയാണിത്. നെഹ്റു ട്രോഫി വള്ളംകളി ഒരു ആഗോള ആകർഷണമായി നിലകൊള്ളുന്നു. കേരളത്തിൻ്റെ ആത്മാവിനെ ലോകത്തിനു മുന്നിൽ പ്രദർശിപ്പിക്കുന്നു. ഇത് വെറുമൊരു മത്സരം മാത്രമല്ല, മറിച്ച് സമൂഹങ്ങളെ ബന്ധിപ്പിക്കുകയും ഐക്യത്തിന് പ്രചോദനം നൽകുകയും ദൈവത്തിൻ്റെ സ്വന്തം നാടിൻ്റെ കലാതീതമായ ചാരുത ആഘോഷിക്കുകയും ചെയ്യുന്ന ഒരു ജീവിക്കുന്ന പാരമ്പര്യമാണ്. ഇവിടേക്ക് എല്ലാവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ഈ ആലപ്പുഴയുടെ സ്പന്ദനമറിയുന്നതിന് വേണ്ടി, ഇവിടുത്തെ ഈ കായിക മാമാങ്കം കാണുന്നതിന് വേണ്ടി ഓരോ മനുഷ്യരെയും ഞങ്ങൾ ആലപ്പുഴക്കാർ ക്ഷണിക്കുകയാണ്.